ഓരോ ദിവസവും ഒരു മനുഷ്യൻ ആ പെൺകുട്ടിയെ കൂട്ടിലിട്ട് അവളുടെ കൈ പൊള്ളിക്കുമായിരുന്നു, അവളെ കരയിക്കാൻ വേണ്ടി മാത്രം. കാരണം അവളുടെ ഓരോ കണ്ണുനീർത്തുള്ളിയും അമൂല്യമായ മുത്തുകളായി മാറുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവളുടെ കണ്ണുനീർ നിലച്ചിരുന്നു. ദേഷ്യപ്പെട്ട അയാൾ കൂടുചവിട്ടി ദൂരേക്ക് പോയി. അയാളുടെ അംഗരക്ഷകരിൽ ഒരാൾ, ദയയുള്ള ഒരുവൻ, പതിയെ തിരികെയെത്തി. അവൻ അവളുടെ പൊള്ളലുകളിൽ മൃദുവായി മരുന്നു പുരട്ടി. ആദ്യമായി ആ പെൺകുട്ടി നേരിയ പുഞ്ചിരി നൽകി. അതേസമയം അവളുടെ സഹോദരൻ അവളെ അന്വേഷിക്കുകയായിരുന്നു. അവന്റെ മൂന്നാം കണ്ണുപയോഗിച്ച് അവൻ ഒടുവിൽ അവളുടെ മുത്തുകൾ ഒളിപ്പിച്ച സ്ഥലം കണ്ടെത്തി. അവൻ രോഷാകുലനായി ഒരു കത്തികൊണ്ട് ഒരു കാറിനെ രണ്ടായി പിളർന്നു. എല്ലാ മുത്തുകളും ശേഖരിച്ചു. ആ മനുഷ്യൻ ഇതറിഞ്ഞപ്പോൾ പരിഭ്രാന്തനായി അവളെ ഒരു ഹെലികോപ്റ്ററിൽ ദൂരെയുള്ള ഒരു ദ്വീപിലേക്ക് അയച്ച് ഒളിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഹെലികോപ്റ്റർ പറത്തിയിരുന്നത് ആ ദയയുള്ള അംഗരക്ഷകൻ തന്നെയായിരുന്നു. പിന്നീട് കൂട് ഒരു ജയിൽ മുറിയിൽ വെച്ചപ്പോൾ പെൺകുട്ടി അതിലില്ലാത്തത് കണ്ട് എല്ലാവരും ഞെട്ടി. പെട്ടെന്ന് ഒരു വിചിത്ര മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും കയ്യിൽ നിന്ന് നൂലുകൾ ഉപയോഗിച്ച് അംഗരക്ഷകനെ ആക്രമിക്കുകയും ചെയ്തു. അംഗരക്ഷകൻ തിരിച്ചു വെടിയുതിർത്തു. എന്നാൽ മുറിവേറ്റിട്ടും ആക്രമിയുടെ മുഖം തൽക്ഷണം സുഖപ്പെട്ടു. ഒടുവിൽ അംഗരക്ഷകൻ മരിച്ചു. പെൺകുട്ടി വീണ്ടും കരഞ്ഞു. ഒരുപക്ഷെ അവസാനമായി.